ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മളോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ രാജിയാണ്. ആ പ്രിയ സിസ്റ്ററെ കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ, പ്രിയ സിസ്റ്റർ ജന്മനാ തന്നെ ശാരീരികമാകുന്ന വൈകല്യങ്ങളുള്ളൊരു കുട്ടിയാണ്. എന്നാൽ കർത്താവ് ഇത്രത്തോളം ആ പ്രിയ സഹോദരിയെ നടത്തുന്നു. ആ ഒരു സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി പ്രിയ രാജി സിസ്റ്ററെ ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ് ആന്റി. പ്രൈസ് ലോർഡ്. ഓക്കെ. ഇപ്പൊ എവിടുന്നാ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? തിരുവനന്തപുരത്ത്. ഓക്കെ. നമുക്ക് ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. ഹല്ലേലൂയ. പ്രിയ വൈതൽ രാജ്യവുമായി ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന കർത്താവേ, നമ്മുടെ സാന്നിധ്യവും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവേ, തൻ്റെ ജീവിതങ്ങളെ അനുഭവങ്ങളെ പങ്കുവെക്കുവാൻ പ്രിയ സഹോദരി ദൈവം ബലപ്പെടുത്തിയാട്ട്. സാക്ഷ്യം അനേകർക്ക് വിടുതലും ആശ്വാസവും ബലവും ഉത്തേജനവും ചൈതന്യമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട്. നമ്മുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെച്ചാട്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു അവസരം കൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ ദൈവകൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇതിന് മുഖാന്തരമായി തീർന്ന റേച്ചൽ ആന്റിയോടുള്ള ജോയിസ് ടി വിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പകൽക്കാലം സാക്ഷ്യവുമായിട്ട് ദിവസത്തിലേക്ക് അടുത്ത് വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഭാഗ്യമായി കരുതുന്ന ഒരു കാര്യം, ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവത്തെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നതല്ല, ഭാഗ്യം അതങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സത്യദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഹൈന്ദവ ആചാരപ്രകാരം വളരുകയും ജീവിക്കുകയും പിതാക്കന്മാർ അങ്ങനെ ആയിരുന്നൊരു സാഹചര്യത്തിൽ നിന്നുമാണ് ഞാൻ ഈ സത്യദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എഫേസ്യർ 1:4 നമുക്ക് ആ വചനം കാണുവാനായിട്ട് കഴിയും. സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സാഹചര്യവും ഇല്ല ക്രിസ്തുവിനെ അറിയുവാൻ, അല്ലെങ്കിൽ സത്യദൈവത്തെ അറിയുവാൻ ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരനുഭവത്തിൽ നിന്നുമാണ് ഞാൻ ഈ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മുൻനിർണയപ്രകാരം ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കിയത്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നപ്പോഴും എൻ്റെ മനസ്സിൽ ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശു ക്രിസ്തു എന്നൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ പിതാവ് ഇങ്ങനെ ഫോട്ടോകളൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ച്, അവര് ഫോട്ടോ വെച്ചാണല്ലോ, പടം വെച്ചാണല്ലോ ദൈവത്തെ സേവിക്കുന്നത്. ആ സമയത്തൊരു യേശുവിൻ്റെ പടം കൊണ്ടുവന്നപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഇതാണ്: ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ക്രിസ്തു എന്നൊരു ചിന്ത എൻ്റെ ആ കുഞ്ഞു പ്രായത്തിൽ എൻ്റെ മനസ്സിൽ ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ദൈവത്തെ അറിയുവാൻ ദൈവം ഒരു മുഖാന്തരമേ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ജന്മന എനിക്ക് വൈകല്യമുണ്ട്. ജനിച്ച സമയത്ത് അത് അറിയാനായിട്ട് കഴിഞ്ഞില്ല. 7ാം മാസത്തിലാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത്.
അപ്പോൾ ഡോക്ടർ മരിച്ചു പോകും, ഈ കുഞ്ഞിനെ തിരിച്ച് കിട്ടത്തില്ല, ഇത് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവർ ട്രീറ്റ്മെന്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ വീട്ടിലേക്ക് കൊടുത്തു വിടുകയാണ് ഉണ്ടായത്. അമ്മ അങ്ങനെ അമ്മയാൽ കഴിവതോളം എന്നെ പരിചരിച്ച് നോക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വയസ്സായ മാസം തികയാതാണോ പ്രസവിച്ചു? മാസം തികയാതാണോ സിസ്റ്റർ ഉണ്ടായത്? ആന്റി അത് 7-ാം മാസത്തിലായിരുന്നു. 7-ാം മാസത്തിലായിരുന്നു അമ്മ എന്നെ പ്രസവിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ആ ഹോസ്പിറ്റലില് എന്നെ പോലെ 7-ാം മാസത്തിൽ പ്രസവിച്ച കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. അന്നേരത്തിന് ഡോക്ടർ പറഞ്ഞ് ഇതിനെ കിട്ടത്തില്ല, ഇത് മരിച്ചു പോകത്തേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ അമ്മയുടെ കരത്തിൽ എന്നെ കൊടുത്തു. അമ്മ വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെയായപ്പോ എനിക്കും മൂത്ത സഹോദരനും എനിക്കും കൂടെ ഒരുപോലെ അസുഖം വന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അപ്പന്റെ പെങ്ങള് ആണ് എന്നെ എടുത്തത്. അപ്പൊ അമ്മച്ചി എന്നെ ഇങ്ങനെ എടുത്തിട്ട് കാലകത്തി എളിയിൽ വെക്കാൻ നോക്കിയപ്പോ എന്റെ കാലകലുന്നില്ല. അന്നേരം എനിക്ക് 1 വയസ്സായി. ആ സമയത്താണ് തിരിച്ചറിയുന്നത് എനിക്കെന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്, വൈകല്യം ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നത്. ആ സമയത്ത് എൻ്റെ അപ്പൻ നാട്ടിലില്ല, അപ്പൻ ഗൾഫിൽ ജോലിക്കായിട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന അന്ന് മുതൽ എനിക്ക് ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് കാലിന് പ്രശ്നമുണ്ട്. അങ്ങനെയാണ് അവരെ ഇവിടെ തിരുവനന്തപുരത്തെ SAT ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എനിക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കുവാനായിട്ട് തുടങ്ങി. ഈ വിവരം അപ്പന് ലെറ്റർ എഴുതി അയച്ചപ്പോഴത്തേനും പിന്നെ അപ്പം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ എൻ്റെ കൊച്ചിലൊരു കുഴപ്പമില്ലായിരുന്നു, നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ച അമ്മയോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് തിരുവനന്തപുരത്തെ SAT ട്രീറ്റ്മെന്റ് തുടങ്ങി. അപ്പം ഞാൻ ഒട്ടും നടക്കത്തില്ല, ഒരിടത്ത് ഇരിക്കത്തേ ഉള്ളൂ. അമ്മ വേണം, എനിക്ക് എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു തരണം. അമ്മ എന്നെ എടുത്തുകൊണ്ട് വേണം എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പോകാനായിട്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് വളർന്നു വന്നത്. ചെറുപ്രായത്തിൽ നമുക്ക് അത്രത്തോളം ഒന്നും തിരിച്ചറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ അങ്ങനെ വളർന്നു വന്നു. ആ സമയത്ത് അമ്മ എന്നെ എടുത്തുകൊണ്ടാണ് സ്കൂളിലൊക്കെ പോകുന്നത്. എനിക്ക് തിരിച്ചറിവായ സമയം മുതൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ, എൻ്റെ മനസ്സിൽ കടന്നു വന്നൊരു ചിന്ത ഇതാണ്: ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാണ്, എൻ്റെ അമ്മയ്ക്കൊരു ഭാരമാണ് ഞാൻ. എനിക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ കാര്യവും അമ്മ ചെയ്യണം, അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാണെന്നൊരു ചിന്ത എൻ്റെ മനസ്സിനെ ഭരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 4-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലൊരു അമ്മാമ്മ വന്ന് എന്നെ തടകുവാൻ തക്കവണ്ണം. അപ്പോൾ ഓരോ ട്രീറ്റ്മെന്റ് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ട് ഓരോ ട്രീറ്റ്മെന്റ് ഇങ്ങനെ മാറി മാറി ചെയ്യുന്നുണ്ട്. അപ്പം ഒരു അമ്മാമ്മ വന്ന് എന്നെ തടകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. തടകി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ക്രച്ചസ് വെച്ചിട്ട് നടക്കാൻ തുടങ്ങിയത്. അതുവരെ നടക്കത്തില്ലായിരുന്നു. ക്രച്ചസ് വെച്ച് നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ സ്കൂളിൽ ക്രച്ചസിൽ നടന്ന് പോകും. അമ്മയോ സഹോദരനും എൻ്റെ പുറകിൽ വരുമ്പോൾ അവർ പുസ്തകമൊക്കെ കൊണ്ടുവരും. അങ്ങനെയാണ് 7-ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഞങ്ങളപ്പോൾ താമസിക്കുന്നത് അമ്മയുടെ നാട്ടിലാണ് താമസിക്കുന്നത്. അമ്മയുടെ നാട് എവിടാ? അമ്മയുടെ മണ്ണടി എന്ന് പറയും. മണ്ണടി പത്തനംതിട്ട അവിടെ. അപ്പോ അങ്ങനെ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തൊരു ഡോക്ടറുടെ ഒരു ലെറ്റർ വരുവാൻ തക്ക ഇടയായിത്തീർന്നു. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഡോക്ടറുടെ ലെറ്റർ വന്നു എന്നെ അവിടെ കൊണ്ട് ചേർക്കാനായിട്ട്. ആ സമയത്ത് പിന്നെ 8, 9, 10 പഠിക്കേണ്ടത് വേറെ കുറെ കൂടെ ദൂരമുള്ള ഒരു സ്കൂളിലാണ് പോവേണ്ടത്. അപ്പൊ എന്നെ കൊണ്ട് നടന്ന് പോകാൻ പറ്റത്തില്ല. അപ്പൊ അമ്മ പറഞ്ഞു മക്കൾ ഇനി പഠിക്കാൻ പോകണ്ട, പഠിക്കാൻ വിടാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഞാൻ കരയും. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ലെറ്റർ വരുന്നതും എന്നെ അവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നതും അവരെന്നെ സെലക്ട് ചെയ്യുവാൻ തക്കണം ഇടയായിത്തീർന്നു. അനേക കുഞ്ഞുങ്ങളെ ഒരു മിനിറ്റ് സിസ്റ്റർ, തിരുവനന്തപുരത്ത് ഡോക്ടർ ലെറ്ററിനകത്ത് എന്തോ എഴുതിയിരുന്നേ നമ്മൾ പിടിച്ചില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ ഡോക്ടറുടെ ലെറ്ററിനകത്ത് എഴുതിയിരുന്നത് എന്നെ പോലെ പിന്നെ ഈ സെർബൽ പാൾസിയുള്ള കുഞ്ഞുങ്ങളെ നിർത്തുന്ന ഒരു സ്ഥാപനം, അത് നമ്മുടെ പോളിയോ ഹോം LMSലാണ്.
ആ സ്ഥാപനം അവിടെ കൊണ്ടാക്കാനായിട്ട് പറഞ്ഞപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഒത്തിരി ചെക്കപ്പ് ഒക്കെ അവർ ചെയ്യും. ഒത്തിരി ചെക്കപ്പ് ഒക്കെ ചെയ്ത്, പക്ഷെ എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടുവാനൊക്കെ ഇടയായിത്തീർന്നു. അപ്പം 7ാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ അമ്മ എന്നെ അവിടെ കൊണ്ട് ആക്കി. അവിടുന്നാണ് ഞാൻ എൻ്റെ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അവിടെ പോയപ്പോൾ അവർ CSI സ്ഥാപനമാണ്. അവിടെ ഒരു നിർബന്ധമോ അങ്ങനൊന്നുമില്ല, അവർ നിർബന്ധിക്കത്തില്ല, അവരങ്ങനെ നിർബന്ധിക്കുവോ അല്ലെങ്കിൽ. പക്ഷെ എൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഞാൻ ദൈവത്തെ അറിയുക എന്നുള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും നമുക്ക് യേശുവിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും നമുക്ക് അറിയത്തില്ല. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നൊരു ചിന്ത മാത്രമാണ് എൻ്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്നത്. അപ്പം ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങള് അപ്പനെയും അമ്മയൊക്കെ വിട്ടു വന്നിട്ട് അവർ ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഒരു ആന്റി, ഒത്തിരി പ്രായമുള്ള ഒരു നേഴ്സായിരുന്നു ആന്റി. നേഴ്സ് ഒത്തിരി പ്രായമായപ്പോൾ ആന്റി എന്ത് ചെയ്ത് നമ്മളോടൊപ്പം വന്നിരുന്ന് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ആ സമയത്ത് ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി എനിക്കൊരു ബൈബിള് തരാമോ, എനിക്ക് യേശുപ്പന്റെ കഥ വായിക്കാനാണെന്ന് പറഞ്ഞു. അത്ര മാത്രമേ എനിക്ക് യേശുവിനെ കുറിച്ച് അറിയത്തുള്ളൂ. യേശുപ്പന്റെ കഥ വായിക്കാനാണ്, എനിക്കൊരു ബൈബിള് തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആന്റി പറഞ്ഞു, അതിനെന്താ മോനെ, കുഴപ്പമില്ല, അവിടെ തിരുമേനിയുടെ ഇതില് ബൈബിളുണ്ട്, ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞു. ആന്റി പിന്നെ പിറ്റേ ദിവസം പോയിട്ട് വന്നപ്പോൾ എനിക്കൊരു ബൈബിള് കൊണ്ടു തന്നു. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ബൈബിള് വായിക്കുകയാണ്. എനിക്ക് ബൈബിൾ എങ്ങനെ വായിക്കണമെന്ന് അറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യമായിട്ട് നമ്മൾ ബൈബിള് വായിക്കുകയാണ്. ആ 14 വയസ്സൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായ ചിന്തിക്കാനായിട്ട് തുടങ്ങി ഇങ്ങനെയാ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരു ചിന്ത, എന്നെ അറിയാൻ ആരുമില്ല, ഞാൻ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാണ്, ഒരു വിഷമമാണ്, അവർക്കൊരു ഭാരം, ഒരു പ്രയാസമാണെന്ന് വെച്ചാൽ അവരെ ആശ്രയിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോഴെന്താണ്, ജീവിക്കണമെന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. പക്ഷെ നമുക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ പലപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ഈ ഒരു ചിന്ത കടന്നു വന്നിട്ടുണ്ട്. വീട്ടിലായിരിക്കുന്ന സമയത്ത് അമ്മ വഴക്കൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും, ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, നിവർന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയത്. അപ്പോൾ അവിടെ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഒരേ കിടക്കയിൽ കിടക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്. ആ ഒരു കുഞ്ഞുങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഞാൻ അവിടെ ബെറ്ററാണ്. അവരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും ബെറ്ററാണ്. ഞാൻ എൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യും, ഞാൻ നടക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പം അവരുമായിട്ട് എന്നെ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ബെറ്ററാണ്. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്തത്, ആ ഒരു ഭാരം മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ബൈബിൾ എടുത്ത് നമ്മൾ ഗീത, ഭാഗവത, രാമായണം അതൊക്കെ വായിക്കുന്നത് ഇങ്ങനെ കെട്ടി വായിക്കുക എന്ന് പറയും. അതിങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വായിക്കുന്നു. അപ്പൊ അതേ എനിക്കറിയത്തുള്ളൂ, നമ്മൾ അതേ വായിച്ചിട്ടുള്ളല്ലോ. ആ സമയത്ത് ഞാൻ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ ബൈബിള് തുറന്ന് വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് ഇരമ്യാവാണ്. ഇരമ്യാവ് 1-ാം അധ്യായമാണ്. എന്താണെന്ന് ഒന്നും എനിക്കറിയത്തില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ബൈബിൾ വായിക്കുകയാണ്. വായിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇരമ്യാവ് 1:5, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ഒരു കൊളുത്തുപോലെ സ്പർശിക്കുവാൻ തക്കോണം ഇടയാ. എനിക്കത് ഇന്നും അത് പറയുമ്പോൾ ഒരു മിന്നൽ പോലെ ആ വാക്യം എൻ്റെ ഹൃദയത്തിനകത്തൂടെ ഇങ്ങനെ കടന്നു പോകുവാൻ തക്കോണം ഇടയായി തീർന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പറയുമ്പം ഞാൻ ചിന്തിച്ച അതേ പോയിന്റിലാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിനകത്തതൊരു കൊളുത്തുപോലെ ഇങ്ങനെ ഒരു മിന്നൽ പോലെ എൻ്റെ ഹൃദയത്തിനകത്തൂടെ ആ ഒരു വചനം ഇങ്ങനെ കടന്നു പോകാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ സമയത്ത് എനിക്കൊന്നും അറിയത്തില്ല. ആ സ്പോട്ടിൽ തന്നെ ഞാൻ അവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ എന്നെ അറിയുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ
ആ ദൈവത്തിനായിട്ട് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ടാണ്, എൻ്റെ ബെഡിൽ ഇരുന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അവിടെ വെച്ചാണ് എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നത്. പക്ഷെ ഇതിന്റെ ആഴമോ ഇതിന്റെ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ല. അന്ന് മുതല് ഞാന് പ്രാർത്ഥിക്കും, യേശുവിനോട് പ്രാർത്ഥിക്കും. അത് അവിടുത്തെ സീസൈഡേതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ പുസ്തകമുണ്ട്, അത് വായിക്കും, പ്രാർത്ഥിക്കും, അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴെൻ്റെ കൈക്കൊരു അലർജി, ഒരു പ്രയാസം പോലെ ഉണ്ടായി. അത് സൗഖ്യമാകാൻ വേണ്ടിയിട്ട് ഈ പോളിയോ ഹോമിലെ മീറ്റിംഗ് ഉണ്ട്, കൺവെൻഷൻസ്, ദേവദാസന്മാരൊക്കെ കടന്നു വന്ന് മീറ്റിംഗ് നടത്തും. അപ്പൊ എല്ലാ ദിവസമായിട്ട് മീറ്റിംഗ് ഉള്ളപ്പോൾ ഞാൻ ആ മീറ്റിങ്ങിന് വേണ്ടി പോകും. മീറ്റിങ്ങിന് പോകുന്ന ലക്ഷ്യം ഒന്ന് മാത്രമാണ്, കൈക്ക് സൗഖ്യം കിട്ടണം, അലർജി മാറണം, പൂർണ്ണ വിടുതലാകണം. ആ ഒരു ഇതിലാണ് ഞാൻ മീറ്റിങ്ങിന് കടന്നു പോകുന്നത്. പക്ഷെ ഓരോ മീറ്റിങ്ങിലും പോയി ദൈവവചനം കേൾക്കുവാന്, ദൈവത്തിൽ ഉറച്ചു വിശ്വസിപ്പാന് ദൈവം എന്നെ ആ നിലയിൽ ഒരുക്കിയെടുക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. ഒരിക്കലും എൻ്റെ കരത്തിന് അങ്ങനെ ഒരു അലർജി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മീറ്റിങ്ങിനോ പ്രാർത്ഥനയ്ക്കോ കടന്നു പോകത്തില്ല. അപ്പം അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, വീട്ടിൽ വരുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള വിശ്വാസത്തിൽ പോകും, അങ്ങനെ ഒരു ലെവലിൽ പോകത്തുള്ളൂ. പക്ഷെ ഈ ഒരു അലർജി ഉണ്ടായത് കാരണം ഞാൻ എന്ത് ചെയ്ത്, അതിന് സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അലർജി ഒന്നുമല്ല വിഷയം, നമുക്ക് ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച് നമ്മൾ മടങ്ങി വരും. അങ്ങനെ അവിടെ നിന്ന് അത്രയും കാലം, 6-7 വർഷം ഞാൻ അവിടെ നിന്ന്, അത്രയും കാലം എനിക്ക് ദൈവവചനത്തിൽ ഉറയ്ക്കുവാന്, പ്രാർത്ഥിപ്പാന് ഒക്കെയും അവിടെ വെച്ച് ദൈവം എന്നെ ഉറപ്പിച്ചെടുത്തു. ദൈവത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഇടയായി. ഒരു 7ാം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് വീട്ടിൽ വരുമ്പോഴത്തേനും അമ്മയുടെ പിതാവ് വളരെ സീരിയസ് കണ്ടീഷനായി. ആ സമയത്ത് എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എന്നെ വിളിച്ചുകൊണ്ട് വരുന്ന ആ സമയത്ത് ഞങ്ങളിങ്ങനെ വരുന്ന ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രം, അവിടെ പോയൊരു അങ്കിള് വന്നിട്ട് അമ്മയോട് പറഞ്ഞു, കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയാൽ കുഞ്ഞിന് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞു. അത് കേട്ടിട്ട് നമ്മളിങ്ങി വന്നു, വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ. പക്ഷെ അതിനുശേഷം ഞാൻ പിന്നെ മറ്റു ക്ഷേത്രങ്ങളിലോ മറ്റു യാതൊരു കാര്യങ്ങളിലും ഞാൻ പോയിട്ടില്ല. ഞാൻ ആ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, എൻ്റെ അമ്മ അമ്പലത്തിൽ പോകും, എല്ലാം ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ പിതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ പിന്നെ എന്നോട് കൂടെ പ്രാർത്ഥിക്കാൻ വരാമോ എന്ന് ചോദിച്ചപ്പം അമ്മ വന്നില്ല. അവരുടെ വിശ്വാസം അനുസരിച്ച് അമ്മ എന്ത് ചെയ്ത് അമ്പലത്തിൽ പോയി. അപ്പോഴും ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കൂടെ ദൈവം എനിക്ക് എൻ്റെ അമ്മയെ തന്നെങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കടന്നു പോകാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് അന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെ പഠിക്കാനായിട്ട് തിരുവനന്തപുരത്ത് പോയി, തിരിച്ചു പോരും. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ നിന്ന് പപ്പയുടെ നാട്ടിലേക്ക് ഞങ്ങൾ വരികയാണ്. അപ്പോൾ പപ്പയുടെ നാട്ടിൽ വന്ന് ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു പപ്പയുടെ നാട് എവിടാ? ഒരു നൂറിനാടെന്ന് പറയും, നൂറിനാട്. ഒരു ക്രിസ്തീയ കുടുംബം ഉണ്ടായിരുന്നു. അവര് നമ്മുടെ വീട്ടിൽ വന്നു, അങ്ങനെ സഹകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അവര് മുഖാന്തരം, അവര് ഓർത്തഡോക്സ്, അവര് മുഖാന്തരം ഞങ്ങള് അമ്മ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പോകുമായിരുന്നു. അപ്പൊ അവര് പോകുന്നിടത്തെല്ലാം നമ്മളെയും പ്രാർത്ഥനയ്ക്കൊക്കെ കൊണ്ടുപോയിരുന്നു. ഓർത്തഡോക്സിന്റെ ഇതിൽ അവര് പോകുന്നിടത്തെല്ലാം നമ്മളെയും പ്രാർത്ഥനയ്ക്കൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇനി തിരുവനന്തപുരത്ത് തിരിച്ച് ഓരോ വർഷവും നമുക്ക് 3 പ്രാവശ്യം ലീവുണ്ട്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും പിന്നെ എനിക്കൊരു ഫോൺ കോളാണ് വരുന്നത്. അമ്മ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വരുവാൻ തക്കോണായിട്ട്. അപ്പൊ ഞാൻ അമ്മയോട് ഒത്തിരി എനിക്ക് സങ്കടമായിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് സ്നാനപ്പെടണം, അമ്മ എന്നെ സ്നാനപ്പെടുത്തുക, അത് അമ്മ സ്നാനപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി മനസ്സിന് വിഷമം തോന്നി. പക്ഷെ അമ്മയെ എങ്ങനെ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും? അമ്മയ്ക്ക് നട്ടലിനൊരു പ്രയാസം ഉണ്ടായി, നടുവിനൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പം നമുക്ക് പരിചയമുള്ള ആ അങ്കിള് അവര് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ പോയി. അവര് പെന്തക്കോസ്ത് വിശ്വാസത്തിന്റെ അനുഭവത്തിൽ പോയപ്പോ
ഇത് അമ്മേനെയും കൂട്ടിക്കൊണ്ട് ബന്ധക്കുസ്തു വിശ്വാസത്തിന് അനുഭവത്തിൽ പോയി. അങ്ങനെയാണ് അമ്മ സ്നാനപ്പെടുന്നത്. അമ്മയ്ക്ക് നട്ടിലിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി, തേയ്മാനം, അസ്ഥിക്ക് അകലിച്ചയും തേയ്മാനം ഉണ്ടായി. അങ്ങനെയാണ് അമ്മ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുന്നത്. അത് സൗഖ്യമായോ? അതിനിടയ്ക്ക് അമ്മയുടെ അസുഖം മാറിയോ? അമ്മയ്ക്ക് പിന്നെ ഇപ്പോഴും അസ്ഥിക്ക് തേയ്മാനം ഉണ്ടെങ്കിൽ ദൈവം അത്ഭുതകരമായിട്ട് എന്റെ അമ്മേനെ നടത്തുന്നു. അതിന് മുൻപ് നമ്മൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. എന്റെ അമ്മ പിന്നെ നമ്മൾ അപ്പന്റെ നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി. ആ സമയത്ത് എന്റെ അമ്മയ്ക്ക് യൂട്രസിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദൈവം അവിടെ വെച്ച് അമ്മയെ സൗഖ്യമാക്കി. അതാണ് അമ്മയ്ക്ക് ഫസ്റ്റ് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് അമ്മ വരുന്ന മെയിൻ കാരണം. അത് കഴിഞ്ഞിട്ടാണ് ഈ നട്ടലിന് ഇങ്ങനെ പ്രയാസം ഉണ്ടാകുന്നത്. അങ്ങനെ അമ്മ പ്രാർത്ഥനയ്ക്കായിട്ട് ഇറങ്ങുകയും ചെയ്തു. അപ്പം അമ്മ സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ സ്കൂളിൽ അവധി കഴിഞ്ഞ് വന്നിട്ട് 2000 ഞാനും സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് എൻ്റെ സഹോദരൻ രക്ഷയിലേക്കും സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചു. ചിന്തിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മൾ ദൈവത്തെ അറിയുവാൻ നമുക്ക് ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നു. അല്ല, നമുക്ക് ഈ ഭൂമിയിൽ നേടുവാൻ തക്കവണ്ണം ഒന്നുമില്ല. പക്ഷെ അന്ന് ആ ദൈവത്തിന്റെ മുൻനിർണയം, ദൈവം പറഞ്ഞ വചനം, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പൊ ദൈവത്തിന് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ അതിനനുകൂലമാക്കി കൊണ്ടുപോയി ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ദൈവ മുഖാന്തരങ്ങളെ ഒരുക്കും. അതെന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഒരിക്കലും അത്രത്തോളം ആഴമായിട്ടൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് എനിക്കൊരിക്കലും ക്രിസ്തുവിനെ അറിയാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ മുഖാന്തരങ്ങളും വഴികളും അങ്ങനെ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ തിരുവനന്തപുരത്തെ പഠനം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരികയും അവിടെ നിന്ന് പിന്നെ ചേറ്റുകുഴി എന്ന് പറയുന്നൊരു വികലാംഗ സ്ഥാപനത്തിൽ പോയി അവിടെ താമസിക്കുന്ന സമയത്താണ് ഞാൻ ഇപ്പോഴായിരിക്കുന്ന സ്ഥാപനത്തെ കുറിച്ച് ഗുഡ് ന്യൂസിൽ ഒരു പരസ്യം കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രേയർസിലേക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇപ്പോഴായിരിക്കുന്ന സ്ഥാപനത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എൻ്റെ പപ്പ ഞാൻ പ്രസവിച്ച് 6 മാസമായപ്പോ ഗൾഫിൽ ജോലിക്കായിട്ട് പോയതാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പപ്പ തിരിച്ചു വരുന്നത് എൻ്റെ 28ാമത്തെ വയസ്സിലാണ്. പുള്ളി അവിടെ ആയിരുന്ന സമയത്ത് പാസ്പോർട്ടും വിസയൊക്കെ നഷ്ടപ്പെട്ട് കമ്പനിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങി, സാലറി കുറവായതുകൊണ്ട് അങ്ങനെ പാസ്പോർട്ടും വിസയൊക്കെ നഷ്ടപ്പെട്ട് 28 വർഷം പപ്പ അവിടെ ഇരിപ്പാൻ തക്കവണ്ണം. അപ്പൊ അമ്മ ഞങ്ങളെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നാണ് പപ്പയാക്കിയിട്ട് ഗൾഫിൽ പോയത്. അപ്പൊ അമ്മ ഞങ്ങളെ കഷ്ടപ്പെട്ട് അമ്മയുടെ സഹോദരങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പൊ അതിൻ്റെതായ സ്ട്രഗിളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം നടുവില് ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, ദൈവം എന്നെ അറിഞ്ഞതുകൊണ്ട്, അങ്ങനെ വേണം നമുക്ക് പറയുവാൻ. നാം ദൈവത്തെ അറിയുന്നതിന് മുൻപേ ദൈവം നമ്മെ അറിഞ്ഞത് കൊണ്ടാണ് ഇപ്രകാരം ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പലരും ഇന്നും മറ്റുള്ളവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് പോയതെന്ന്. ഇപ്പൊ അമ്മയോട് ചോദിച്ച അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ വിടുതലിന് വേണ്ടിയിട്ടാണ് അമ്മ ഈ വിശ്വാസത്തിലേക്ക് പോയത്. പക്ഷെ ഞാൻ ഒരിക്കലും എൻ്റെ വിടുതലിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വിശ്വാസത്തിലേക്ക് പോയത്. ദൈവം ആരെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ദൈവത്തെ, എൻ്റെ സൃഷ്ടാവിനെ എനിക്കറിയുവാൻ ഇടയായതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്നൊരു കാര്യം നിത്യത എന്നുള്ളതാണ്. നിത്യത, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ യാത്ര, അത് സാഹചര്യങ്ങൾ പലതായിരിക്കും, അനുഭവങ്ങൾ പലതായിരിക്കും. നമുക്ക് കഷ്ടത ഉണ്ടായിരിക്കും, വേദന ഉണ്ടായിരിക്കും, നിരാശകൾ ഉണ്ടായിരിക്കും. മനുഷ്യരായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയും കടന്നു വരും. പക്ഷെ അതിൻ്റെ നടുവില് നമുക്കൊരു നിത്യതയുണ്ട്, നമുക്കൊരു ആത്മരക്ഷയുണ്ട്. അതെല്ലാ
ഗ്രന്ഥങ്ങളിലും എല്ലാ മതങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആത്മാവിന്റെ രക്ഷ എന്നുള്ളത്. ആത്മാവിന് മരണമില്ല എന്നുള്ളത് എല്ലാവരും എല്ലാ മതഗ്രന്ഥങ്ങൾക്കകത്തും പറയുന്ന ഒരു കാര്യമാണ്. ആത്മാവിന് രക്ഷ ഉണ്ട് എന്നുള്ളത്, ആത്മരക്ഷ എന്നുള്ളത്. പക്ഷെ അത് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ആ സത്യം അറിയുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഏറ്റവും വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ തിരിച്ചറിവായ സമയം മുതൽ ഞാൻ കേൾക്കുന്നൊരു കാര്യമുണ്ട്. എന്താണ്, ആ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വളർന്നു വന്നത് കൊണ്ടും ആൾക്കാർ പറയാൻ തുടങ്ങിയ ഒരു കാര്യം, ഞാൻ ജനിച്ച ശേഷമാണ് പപ്പ ഗൾഫിന് ജോലിക്കായിട്ട് പോകുന്നത്. അപ്പം അവര് പറയുന്നൊരു കാര്യം, ഞാൻ ജനിച്ചത് കൊണ്ടാണ് അതിന് അവർ പറഞ്ഞൊരു കാര്യം, തന്തക്കാലിയായിട്ട് പിറന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത് അപ്പം പോയിട്ട് വരാത്ത ആ ഒരു വാക്ക് എന്നെ വളരെ വേദനിച്ച് എൻ്റെ ഹൃദയത്തിനകത്ത് വലിയൊരു വേദനയായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ സമയത്ത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവം എൻ്റെ പിതാവിനെ മടക്കി കൊണ്ടുവരണം. ആ സമയം മുതൽ പിതാവ് മടങ്ങി വരുന്ന സമയം വരെ ഞാൻ ദൈവസന്നിധിയിൽ ഇത് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പപ്പ മദ്യപിക്കും, അതുകൊണ്ട് അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ മദ്യപിച്ചിട്ട് ദേഹോദ്രവമൊക്കെ ചെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ എന്നോട് അമ്മ പറയും, വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അത് മോനെ, പിന്നെ അതുകൊണ്ട് മക്കൾ അങ്ങനെ അത് പ്രാർത്ഥിക്കേണ്ടെന്ന് പറയുമായിരുന്നു. പക്ഷെ എൻ്റെ ഹൃദയത്തിനകത്ത് ഏറ്റ ആ ഒരു വേദന, അപ്പൊ ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ 28ാമത്തെ വയസ്സിൽ എൻ്റെ പപ്പ നാട്ടിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. പപ്പയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളൊരു കുടുംബമായിട്ട് ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ഇടയായി. 2 വർഷം പപ്പ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കർത്തസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അതിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മറുത്തു നിൽക്കാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ, എന്ത് വിഷയം ഇപ്പോഴും ഏത് നിമിഷവും നമ്മൾ എന്ത് വിഷയവും ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുൻപേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെ എൻ്റെ ജീവിതത്തിനകത്ത് ഇന്നയോളം എനിക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാല് എല്ലാവരും ചോദിക്കും, നീ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയിട്ട് നിനക്ക് വിടുതൽ കിട്ടിയോ? പക്ഷെ ഞാൻ വിടുതലല്ല ലക്ഷ്യം വെക്കുന്നത്. എനിക്ക് എൻ്റെ വൈകല്യത്തെ കുറിച്ചൊരു ഭാരമോ ഒരു വിഷമോ എൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടില്ല. പക്ഷെ ദൈവത്തിന് വിടുവിപ്പാൻ ദൈവം അത് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യും? എരിയുന്ന തീച്ചൂളയിൽ നിന്ന്, രാജാവിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ നിർത്തിയിരിക്കുന്ന ഈ സ്വർണ്ണ ബിംബത്തെ ഞാൻ, അത് തന്നെയാണ് എൻ്റെ ഉറപ്പ്. ദൈവം എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തെ മാത്രമേ ഞാൻ സേവിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇതിനപ്പുറം എനിക്കൊരു നിത്യതയുണ്ട്. ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം നമുക്ക് എന്താണ്, ഒരു നിത്യത ഉണ്ടെന്നുള്ള വ്യക്തമായ ബോധ്യം. ആ നിത്യത പ്രാപിപ്പാൻ തക്കവണ്ണം ആത്മശക്തിയോടെ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ലോകമെല്ലാം ദുഃഖവെള്ളിയാഴ്ചയായിട്ട് ആഘോഷിക്കുന്ന ഒരു സമയത്ത് എൻ്റെ കർത്താവിനെ ഇപ്രകാരം ഉയർത്തുവാൻ ദൈവം എനിക്ക് തന്ന അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ദൈവഭാഗത്ത് വന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ ദൈവത്തെ അറിയാൻ കഴിഞ്ഞതാണ് എനിക്ക് ഏറ്റവും വലുതായിട്ട് ഞാൻ കാണുന്നത്. ഓരോ ദിവസവും ദൈവം നമ്മളെ നടത്തുന്നു, അത്ഭുതകരമായിട്ട് ദൈവം കരുതുന്നു, സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ സത്യദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ദൈവത്തെ അറിയാൻ കഴിയത്തുള്ളൂ. ഇതൊരിക്കലും നമ്മളൊരു കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മതം മാറുകയോ അങ്ങനെ ഒരു കാര്യമല്ല. ദൈവത്തിങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് മടക്കിയെടുക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ്
പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ ചെയ്തത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ മൈൻഡിനകത്ത് ഓരോ ചിന്തയുണ്ട്. എൻ്റെ മനസ്സിനകത്തുള്ള ഉണ്ടായിരുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ക്രിസ്തു എന്നൊരു ചിന്ത എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മൈൻഡിനകത്ത് ഓരോ തോട്ട്സ് ഉണ്ട്, ഓരോ മതത്തെക്കുറിച്ച് ഓരോ ഗ്രാഹ്യമുണ്ട്. പക്ഷേ എൻ്റെ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് വചനത്തിനകത്ത് അങ്ങനെ ഒരിക്കലും കാണുവാൻ കഴിഞ്ഞില്ല. ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ക്രിസ്തു എന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ചിന്ത ഒരിക്കലും അതെനിക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവവചനത്തിനകത്ത് പറയുന്ന ഒരു കാര്യം, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാണ്. ദൈവത്തിന്റെ മുൻപിൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന് മതമില്ല, ദൈവം ഒരു മതവും എന്ത് ചെയ്തിട്ടില്ല, സ്ഥാപിച്ചിട്ടില്ല. മനുഷ്യർ ദൈവത്തിലേക്ക് തിരിഞ്ഞതാണ് മതം. ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നതാണ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ള ആ ഒരു ദൈവിക ലക്ഷ്യത്തെ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ജീവനെ തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഈ ഒരു സത്യം ജനം അറിയണം എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹം. ഈ ഒരു സത്യം മനുഷ്യൻ അറിയണം. ഇന്ന് നമ്മൾ ഒരുപാട് സുവിശേഷം കേൾക്കുന്നുണ്ട്, പക്ഷെ ജനം സത്യം അറിയേണ്ടതുപോലെ, സത്യം ഗ്രഹിക്കേണ്ടതുപോലെ ജനത്തിന് സത്യം ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഇതൊരു എന്താണ്, ഈ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണ പോലെ അനേകരുടെ മനസ്സിൽ ഇന്ന് കിടക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ഇത് ഒരു മതപരിവർത്തനം, അങ്ങനെ ഒരു മാർഗമായിട്ടാണ് ഇന്ന് ജനം ഇതിനെ കാണുന്നത്. പക്ഷെ അതല്ല അതിനകത്തെ സത്യം. സൃഷ്ടാവിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുന്ന സത്യമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ, നമ്മുടെ ഏത് വിഷയവുമായിട്ട് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഒരിടം ദൈവസന്നിധിയാണ്. ദൈവം നമ്മളോടൊന്നും ചോദിക്കുന്നില്ല. നമ്മുടെ ഹൃദയം നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുത്ത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നാം വളർന്നു വരണം എന്നുള്ളത് മാത്രമാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിനകത്ത് വ്യക്തമായ ഒരു കാര്യം അതെന്റെ ഹൃദയത്തിൽ ഒത്തിരി സ്പർശിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദുഷ്ടന്റെ മരണത്തിൽ എന്തില്ല, ദൈവത്തിന് പ്രസാദമില്ല. അവൻ ആ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത്രത്തോളം ആഴമായി നമ്മളെ ഓരോ വ്യക്തികളെയും സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ക്രിസ്തുവിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത്, ഒരു വ്യക്തി പോലും നിത്യത നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന്റെ ആഴം, നിത്യതയുടെ ആഴം എത്ര വലുതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ നിത്യതയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളെ ഈ ദൈവത്തിൽ നിർത്തേണ്ടത് ഈ ഭൂമിയിലുള്ള യാതൊരു വിഷയങ്ങളുമല്ല. നിത്യത, നമ്മുടെ ആത്മാവിന്റെ രക്ഷ, നമ്മുടെ പാപമോചനം, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് പാപമോചനത്തെ പ്രാപിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. കർമ്മമാർഗത്തിലൂടെയോ മറ്റു യാതൊരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാപമോചനം പ്രാപിക്കാൻ പറ്റത്തില്ല. പാപമോചനത്തിന് വേണ്ടി പരിഹാരയാഗമായി തീർന്നത് ക്രിസ്തു മാത്രമാണ്. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സത്യം തിരിച്ചറിയണം. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് നമുക്ക് പാപമോചനമുള്ളത്, ആത്മരക്ഷയുള്ളത്, നിത്യജീവൻ. ആത്മാവിന് മരണമില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലണം. അതിന് ദൈവം ഒരുക്കിയ ഏകമാർഗം ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷാമാർഗമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പം നമ്മൾ ഏത് ഇതിൽ വിശ്വസിക്കുന്നുവെങ്കിലും ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് ആത്മരക്ഷയെ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരത്തുള്ളൂ. ഈ ദൈവിക സത്യം ജനം അറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് കടന്നു വരണം. നമ്മുടെ സാഹചര്യങ്ങളല്ല നമ്മെ മുന്നോട്ട് നടത്തുന്നത്, ദൈവമാണ് നമ്മെ മുന്നോട്ട് നടത്തുന്നത്. ദൈവത്തിന് ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ
ആ ദൈവിക പദ്ധതിയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാൻ തക്കൊണ്ണം ദൈവത്തിന് കഴിയും. ദൈവം ദൈവമായതിനാൽ ദൈവത്തിന് സകലതും ചെയ്യുവാൻ കഴിയും. അതെന്റെ ജീവിതത്തിലെ അനുഭവമാണ്. ആ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്ന് നിർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ നിൽപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. അതിനായിട്ടാണ് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം എന്തെങ്കിലും ഈ ഈ ഓരോ ഹോമുകളിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സിസ്റ്ററിന്റെ ജീവിതത്തിൽ? പ്രത്യേകമാകുന്ന ദൈവികമാകുന്ന എന്തെങ്കിലും ഇടപെടലോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആന്റി, ഞാൻ ഈ CSIയുടെ ബാക്ക്ഗ്രൗണ്ടിലായിരുന്ന സമയത്ത് അവിടെ നിന്നാണല്ലോ വിശ്വാസത്തിൽ വരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയി. അങ്ങനെയാണ് അവിടെ നിന്നാണ് ദൈവത്തെ അറിഞ്ഞതും അങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ വന്നതും. പിന്നെ ഞാൻ ചേറ്റുകുഴി പോയെന്ന് പറയുമ്പോൾ അതിങ്ങനെ വൈകല്യമുള്ളവർക്ക് വേണ്ടിയിട്ട്, പിന്നെ വൈകല്യമുള്ളവർക്ക് താമസിക്കാൻ, അത് പെന്തക്കോസിന്റെ അനുഭവത്തിൽ തന്നെയുള്ള ഒരു സ്ഥാപനമായിരുന്നു. അത് നടത്തുന്നവരെല്ലാം വൈകല്യമുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ആത്മീയമായിട്ട് മുന്നേറാനായിട്ട്, ആത്മീയമായിട്ട് പ്രാർത്ഥനയാണേലും കാര്യങ്ങളാണേലും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പോയി നിന്നിടത്തൊക്കെയും ആത്മാവിന്റെ ആ ഒരു തലത്തിൽ മുന്നേറ്റ് പോകാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ ആയിരിക്കുന്നു. ഇവിടെ ആയിരുന്ന സമയത്താണ് 2012 എൻ്റെ പപ്പ നാട്ടിൽ വന്നത്. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോയി. 10 വർഷം ഞാൻ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ മടങ്ങി പിന്നെ ഞാൻ ഇവിടെ പ്രേഴ്സലിലേക്ക് വരുവാൻ തക്കോണം ഇടയായി തീർന്നത്. ദൈവത്തിന്റെ എല്ലാ ഇതിലും നമുക്ക് ദൈവിക നടത്തിപ്പുകളെ കാണുവാൻ തക്കോണം ഇടയായിത്തീരും. ദൈവത്തിന്റെ കരുതലുകളെ നമുക്ക് അറിയുവാൻ തക്കോണം ഇടയായിത്തീരും. ദൈവത്തിനൊരു വ്യക്തിയെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിക്കകത്ത് ദൈവം എന്ത് ചെയ്യും? നമ്മളെ വളർത്തിക്കൊണ്ട് വരുവാൻ തക്കോണം ഇടയായിത്തീരും. നമ്മൾ സാഹചര്യങ്ങളെ നോക്കി ഒരിക്കലും ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുവാനായിട്ട് ഇടയായിത്തീരരുത്. ഇന്ന് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മുടെ വിഷയത്തിന് വിടുതലില്ല, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. പ്രശ്നങ്ങളാണ്, പ്രതികൂലങ്ങളാണ്, വിഷയങ്ങളാണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. ദൈവത്തിനെ എത്രത്തോളം നമുക്ക് പറ്റിച്ചേരുവാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ദൈവത്തോട് പറ്റിച്ചേരുന്നുവെങ്കിൽ ദൈവത്തിന് ബന്ധപ്പെട്ട് അവൻ എന്നോട് പറ്റിയിരിക്കാൻ ദൈവം നമ്മളെ വിടുവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. സകല കഷ്ടങ്ങൾക്കകത്തും നമ്മളോടൊപ്പം ഇറങ്ങി വരാമെന്ന് പറഞ്ഞ ദൈവം മാത്രമാണ്. മനുഷ്യനെ സംബന്ധിച്ച് സിസ്റ്ററിന്റെ നിത്യതയെ കുറിച്ചുള്ള ഒരു പ്രത്യാശ കേൾക്കുവാനിടയായിത്തീരും. നിത്യതയെ കുറിച്ചുള്ള ഒരു പ്രത്യാശയുടെ വാക്കുകൾ. അപ്പൊ സിസ്റ്ററിന്റെ ശരീരത്തില് പിന്നെ കാല് വയ്യ, ഇങ്ങനെ എഴുന്നേറ്റ് നേരെ നിൽക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ സിസ്റ്ററിന്? നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇരിക്കാനേ പറ്റത്തുള്ളൂ, നിൽക്കാനൊക്കത്തില്ല. ഒക്കത്തില്ല. അപ്പം സിസ്റ്റർ പൂർണ്ണമായി വിശ്വസിക്കുന്നു നിത്യതയില്. സിസ്റ്റർ ആ നിത്യതയിൽ സിസ്റ്റർ എങ്ങനെയായിരിക്കും എന്നാണ് സിസ്റ്റർ വിശ്വസിക്കുന്നത്? ഇപ്പോഴിങ്ങനെയാണ്. ഞാനൊരു വിടുതലിന് വേണ്ടിയല്ല ദൈവസന്നിധിയിൽ കടന്നു വന്നത്. അപ്പോൾ സിസ്റ്റർ നിത്യതയുള്ള പ്രത്യാശയാണ്. അപ്പൊ നിത്യതയിൽ സിസ്റ്റർ എങ്ങനെയായിരിക്കും എന്നാണ് വചനത്തിലൂടെ സിസ്റ്റർ വിശ്വസിക്കുന്നത്? നിത്യതയിലെന്ന് പറയുമ്പോ അവിടെ നമുക്ക് വൈകല്യമില്ല, അവിടെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനെ അല്ല. ഇതിപ്പോ ഈ ജഡത്തിലായിരിക്കുമ്പോൾ മാത്രമാണ് ജഡത്തിൽ മാത്രമാണ് എനിക്ക് കഷ്ടത ഉള്ളത്, അല്ലേ? അപ്പം നമ്മള് ജഡത്തിൽ മാത്രമാണ് എനിക്ക് വൈകല്യം ഉള്ളത്. പക്ഷെ നിത്യതയിലായിരിക്കുമ്പോ നമ്മുടെ ആത്മാവിൽ നമുക്ക് എന്തില്ല? അവിടെ വൈകല്യം ഇല്ല. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവിടെ ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതമാണ് നമുക്ക് ദൈവജനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. നിത്യമായ സന്തോഷമുള്ള നമ്മുടെ കർത്താവ് എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ നാം ആയിരിക്കുന്ന അനുഭവം. അപ്പം ഈ ജഡത്തിലായിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ജഡത്തിൽ, ശരീരത്തിൽ അല്ലെങ്കിൽ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉള്ളത്. നമ്മളിത് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ യാതൊരു പ്രതിസന്ധികളും നമുക്കില്ലല്ലോ. നിത്യത പ്രാപിക്കണം. ആ ഒരു പൂർണ്ണ വിശ്വാസം ആണ് സിസ്റ്ററെ ഈ ഭൂമിയിൽ ഒരു സന്തോഷവതിയാക്കി നടത്തുന്നത്, അല്ലേ? ഓക്കെ. നമുക്കറിയാം നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശില് ഒരുപാട് കഷ്ടങ്ങളേറ്റ്
ആളല്ല എന്ന് തോന്നുമാറ് കർത്താവ് വിരൂപനായെന്നാണ് ദൈവവചനം പറയുന്നത്. പക്ഷെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വലിയ തേജസ്സോടുകൂടെ ആയിത്തീരും. അപ്പം നിത്യതയെന്ന് പറയുന്നത് അതേപോലുള്ള ഒരു അനുഭവമായിരിക്കും എന്നാണോ സിസ്റ്റർ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ. നൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം ഉള്ളിയും അത് അനവധി നിത്യ തേജസ്സിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്, അല്ലയോ? ഈ കഷ്ടം സാരമില്ല. പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ ഈ ജഡത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വർദ്ധിച്ചു വരുവാൻ ഇടയായി തീർന്നാൽ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നമ്മുടെ നിക്ഷേപം ദൈവത്തിലായിരിക്കണം. അപ്പൊ നമ്മുടെ ഹൃദയം അവിടെ ഇരിക്കും. പക്ഷെ ഈ ലോകത്തിൽ ഇപ്പം വിടുതൽ ലഭിച്ചാലും വിടുതൽ ലഭിച്ചില്ലേലും ഇത് താൽക്കാലികമായിട്ടൊരു ജീവിതമാണ്. പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും എന്റെ ദൈവത്തിന് വിടുവിപ്പാൻ കഴിയും. ഞാൻ ദൈവത്തിൽ അവിശ്വസിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന് വിടുവിപ്പാൻ കഴിയും. പക്ഷെ വിടുതൽ ലഭിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല? ദൈവത്തിൽ നിന്ന് അകന്നു പോത്തില്ല. വിടുവിച്ചാലും ഇല്ലെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന ഒറ്റ കാര്യം നിത്യതയാണ്. നമ്മൾ എന്ത് ഇതിൽ കൂടെ പോയാലും നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വരുന്ന കുറവുകൾ, ബലഹീനതകളൊക്കെ ദൈവം ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണ്? നിത്യതയുടെ ആഴം അത്രത്തോളം വലുതായത് കൊണ്ടാണ്. നിത്യത പ്രാപിക്കുന്നത് എങ്കിൽ ആത്മരക്ഷയുടെ ആഴം അത്രത്തോളം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മള് പാപികളെന്ന് പറഞ്ഞ മനുഷ്യന്റെ പ്രവൃത്തികൾ കണ്ടിട്ട് നമ്മൾ മനുഷ്യരെ മാറ്റി നിർത്തും. പക്ഷെ എത്ര തെറ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തി ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ ദൈവം ആ മനുഷ്യനോട് ക്ഷമിച്ച് എന്ത് ചെയ്യുന്നു? ആ മനുഷ്യനെ ദൈവത്തിലേക്ക് കൊണ്ടുവന്ന് നിത്യതയ്ക്ക് അവകാശിയാക്കി തീർക്കുന്നു. അപ്പൊ എത്രത്തോളം ആഴമാണ് നിത്യത എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് എന്തിനും ഒരു ചേഞ്ച് വരുത്താനായിട്ട് കഴിയും. നമ്മുടെ സാഹചര്യങ്ങൾക്ക്, നമ്മുടെ അവസ്ഥകൾക്ക് നമുക്ക് ചേഞ്ച് ഉണ്ടാകും ഈ ഭൂമിയിലായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഭൂമി വിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നിനും ഒരു മാറ്റം വരുത്തുവാൻ കഴിയത്തില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം നമ്മൾ പ്രാപിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവിടെ പിന്നെ അതിനകത്തൊരു എക്സ്ക്യൂസ് ഇല്ല, അവിടെ പിന്നെ അതിനകത്തൊരു ചേഞ്ച് ഇല്ല. പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീതിമാൻ പ്രയാസരൂപേണ രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ പാപിയുടെയും അഭക്തന്റെയും ഗതി എന്താകും? ഈ ലോകത്തിലെ താൽക്കാലികമായ ക്ഷണികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു എങ്കിൽ നമുക്ക് ആ നിത്യത പ്രാപിപ്പാനായിട്ട് കഴിയത്തില്ല. ലോകത്തെ നമ്മൾ വെറുത്തെങ്കിൽ മാത്രമേ നമുക്ക് നിത്യത പ്രാപിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ആ നിത്യത എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആത്മാവിന് മരണമില്ല, നിത്യയുഗം ദൈവത്തോടു കൂടെ വസിക്കുന്നൊരു ജീവിതമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിത്യയാതനയും ഉണ്ട്. അവിടെ പിന്നെ നമുക്കൊരു ചേഞ്ച് ഇല്ല, നമുക്കൊരു മാറ്റത്തിന്റെ കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഏത് വിശ്വാസത്തിലായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ദൈവം ഒരുപാട് അവസരങ്ങൾ ഇന്നുണ്ട് ദൈവത്തെ അറിയാൻ. വിശേഷം നിത്യത എന്ന് പറയുന്നത് ഒരു വലിയ ആഴമേറിയ ഒരു സത്യമാണ്. ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ അതൊരു വലിയൊരു ആഴമേറിയ സത്യമാണ്. അതുപോലെ തന്നെയാണ് നരകം എന്ന് പറയുന്നത്. അപ്പൊ ആ നരകത്തിന്റെ ഭീകരതയെ കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കാത്തത് കൊണ്ട് മനുഷ്യൻ അതിലൂടെ യാത്ര ചെയ്യുകയാണ്. എന്നാൽ ആ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനെ ദൈവം നരകത്തിന്റെ ആഴം അറിയുന്ന ദൈവം ആയതുകൊണ്ടാണ് എന്തോ ചെയ്യുന്നത്. ദൈവം മനുഷ്യനെ ക്ഷമിച്ച് അവനെ പിന്നെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ച് ആ നിത്യതയിലേക്ക് അവനെ എത്താൻ ദൈവം ആഗ്രഹിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും. എന്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു വിഷയം ഇതാണ്. എനിക്ക് മറ്റു വിഷയങ്ങളൊന്നുമല്ല. ഈ ദൈവത്തെ അറിഞ്ഞിട്ട് എന്ത് കിട്ടി?
എന്ന് ചോദിക്കുന്ന, എന്ന് വെച്ചാൽ മനുഷ്യര് നോക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. അതാണ് അവരവിടെ ചൂണ്ടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ പോയാലും ഞാൻ നടക്കുന്നത് കണ്ടാലും മനുഷ്യർ നോക്കുമ്പം അന്ന് ഇന്ന് ഞാൻ എന്താണ് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പം അവര് നോക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റമില്ല. പക്ഷെ നമ്മുടെ നിത്യത, ഇന്ന് നാം മരിച്ചാൽ, ഇന്ന് നമ്മൾ ഭൂമി വിട്ടാൽ നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കും എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് അത് മാത്രമാണ് ഉള്ളത്. എനിക്കിത് ലോകത്തോട് വിളിച്ചു പറയണമെന്നുണ്ട് ഈ സത്യം. എന്നുവെച്ചാൽ ഇത് പിശാച് വിതച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു കളയാണ്. എന്താണ്? ജനം സത്യം അറിയാതിരിക്കാൻ മതത്തിന്റെ മറവിൽ ശത്രു പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ തന്ത്രമാണ്. ദൈവിക സത്യത്തെ തിരിച്ചറിഞ്ഞ് ജനം ദൈവത്തിങ്കിലേക്ക് വരുവാൻ ഇടയാകുന്നില്ല. എന്റെ ഹൃദയത്തിൽ വചനം വായിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ രാജ്യം എന്നല്ല, ഐഹികം അല്ല. എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുമ്പോൾ ഇന്ന് മറ്റുള്ളവര് ചിന്തിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ജനത്തെ മൊത്തം ക്രിസ്ത്യാനികളാക്കിയിട്ട് ഇവിടെ ഏതാണ്ട് ചെയ്യാൻ പോവുകയാണെന്നാണ് മനുഷ്യര് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ ദൈവിക സത്യത്തെ അറിയുന്നത് എന്തിനു വേണ്ടി? ദൈവത്തെ അറിയുന്നത് എന്തിനു വേണ്ടി? നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയാണ്. ഈ ഒരു സത്യം ജനം അറിയണം. നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നത് എന്തിനു വേണ്ടിയാ? അല്ലെങ്കിൽ ദൈവം നമ്മളെ വേർതിരിക്കാതെ നമുക്കൊരിക്കലും ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിക്കാതെ നമുക്കൊരിക്കലും ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. അപ്പൊ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നില്ലെങ്കിലും നമുക്കൊരു നിത്യതയുണ്ട്, നമുക്കൊരു ആത്മരക്ഷയുണ്ട്. അത് നാം പ്രാപിക്കണം എന്ന് വെച്ച് ദൈവം നമ്മളെ കഷ്ടത്തിൽ ഇട്ട് തകർത്ത് കളയുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് പറയുവാനായിട്ട് കഴിയും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും, ദൈവസന്നിധിയിൽ ഏത് വിഷയമായിട്ട് നമ്മൾ ഇരിക്കുന്നോ ആ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി തന്നിട്ടുണ്ട്. നമ്മുടെ കഷ്ടത കണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പം നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ കഷ്ടങ്ങളിൽ അടുത്ത തുണ. ലോകത്തിലും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ലോകത്ത് കഷ്ടത വരുമ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോകും. മനുഷ്യന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. നമ്മൾ കഷ്ടത്തിലാകുമ്പോൾ എന്ത് ചെയ്യും? മനുഷ്യരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകും. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് കൂടെ ഇരിക്കും. നമ്മൾ വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നമ്മളെ ദൈവത്തോടൊപ്പം നിൽക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ജയം നമുക്കാണ്, വിടുതൽ നമുക്കാണ്. ഈ ലോകത്തിന്റെ താൽക്കാലികമായി എന്തെങ്കിലും നോക്കി നമ്മൾ ദൈവത്തെ സേവിപ്പാൻ ഇടയാകരുത്. ഈ ഭൂമിയിൽ ദൈവം ഞങ്ങൾക്കെല്ലാം തന്നു. നമ്മൾ ആ ഒരു പപ്പയില്ലാതെ നമ്മൾ വളർന്നു വന്ന് നമ്മൾ ഒത്തിരി കഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ദൈവം ഞങ്ങളെ മാനിച്ചു, ദൈവം ഞങ്ങളെ നടത്തി. എന്നാൽ ഇന്നും പ്രതിസന്ധി ഇല്ലേ? ഉണ്ട്. പക്ഷെ അതിനകത്ത് ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന മാറകളെ മധുരമാക്കി തീർക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് അനുനിമിഷം പ്രതിസന്ധികളുണ്ട്. ഒന്ന് നാം തരണം ചെയ്ത് കഴിയുമ്പോഴത്തേന് അടുത്തത് വരും. അത് നമ്മൾ തരണം ചെയ്യുമ്പോഴത്തേന് അടുത്തത് വരും. പ്രതിസന്ധി ഉണ്ട് ഈ ഭൂമിയിലെ ജീവിതം. കർത്താവ് പറഞ്ഞു, ഇടുക്കുവാതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിത്യത പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലമാണ്, അത് കണ്ടെത്തുന്നവർ അനേകരാണ്. നാം ഇടുക്കുവാതിലൂടെ യാത്ര ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ നമുക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മുടെ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ജയം എന്ന് പറയുന്നത്. പ്രതിസന്ധിക്കകത്ത് നമുക്ക് അനുനിമിഷം ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയും. നാം ദൈവസന്നിധിയിൽ ഒരു വിഷയമായി പോയിരുന്ന് കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ ആ വിഷയത്തിന് നമുക്ക് സമാധാനവും സ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. അതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നിത്യതയാണ്. ഈ ലോകത്തിലെ അഴിഞ്ഞു പോകുന്നതൊന്നുമല്ല, നശിച്ചു പോകുന്നതൊന്നുമല്ല, നാശമില്ലാത്ത ആ നിത്യരാജ്യത്തില്
നശിക്കാത്ത ഒരു പുനരുത്ഥാനത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ സകല ബലഹീനതകളും മാറി. അപ്പോ എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവിക സത്യങ്ങളെ തിരിച്ചറിയുക. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മൾ ഈ സത്യത്തിലേക്ക് വരുവാൻ തക്കവണ്ണം, ഈ ദൈവിക സത്യത്തെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം, ഇത് അന്ത്യകാലമാണ്. നമ്മുടെ നിത്യത ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രാപിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിന്റെ പ്രത്യാശ ഹാലലുയ പിന്നെയും വർദ്ധിച്ചു വരുവാന് കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൽ നിലനിൽക്കുക. ഇത്രത്തോളം സമയം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. പ്രിയ സിസ്റ്ററെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ദൈവമേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സമയം ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ച എല്ലാ ദൈവിക വിടുതലുകൾക്കായി, ദൈവിക കരുതലുകൾക്കായി സ്തോത്രം കർത്താവിന്റെ ജീവിതത്തിൽ ഇന്നയോളം ദൈവം നടത്തിയ, ദൈവം കരുതിയ എല്ലാ ദൈവിക വിധങ്ങൾക്കുമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ, സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ സ്തോത്രം. ഈ ജോയ്സ് TV കർത്താവ് ഈ പ്രോഗ്രാമിനെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്ന അനേകർക്കൊരു ആശ്വാസമായി, അനേകർക്കൊരു വിടുതലായി തീരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണം. പ്രേക്ഷകരെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മിനിസ്ട്രി ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി അനേകരിലേക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം, അനേക തകർന്ന ഹൃദയങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ ശക്തമായിട്ട് അവരെ ഉപയോഗിക്കേണ്ടതിന് കർത്താവ് അനേകരുടെ സാക്ഷ്യം ഇതിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ സാക്ഷ്യങ്ങളും കർത്താവെ അനേക പ്രിയപ്പെട്ടവർക്ക് വിടുതലും ആശ്വാസവുമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കേണ്ടതിന് കർത്താവെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണം, മാനിക്കണം, വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു, എല്ലാ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്ററെ ദൈവം സഹായിക്കട്ടെ. ഓക്കെ, പിന്നെയും ആയിരിക്കുന്നിടത്ത് പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ.